എന്റെ റെമഡി എന്ന് പറയുന്നത് ഉലുവയും പാലും കൂടി മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക, അത് കഴുകി കളയുക. അതാണ് എനിക്ക് ഏറ്റവും നല്ല റിസൾട്ട് തന്നത്. ഹൈ ഫാമിലീസ്, അപ്പൊ നമുക്ക് ജാസിയുടെ ഈ ഒരു പാക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഞാനൊരു ഓയിലി കോമ്പിനേഷൻ നോർമൽ സ്കിൻ ടൈപ്പ് ആയതിനാൽ പാലോ അതുപോലെ തന്നെ തൈരോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലി എനിക്ക് പിമ്പിൾസ് പൊന്തുന്നതിനാൽ നാച്ചുറൽ അലോവേരയാണ് മിക്സ് ചെയ്യാൻ എടുക്കുന്നത്. ഉലുവ ഞാൻ കഴുകി ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചതാണ്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫേസിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ബ്ലെൻഡ് ചെയ്ത് കൊടുത്തപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. നന്നായിട്ട് ഫൈൻ കൺസിസ്റ്റൻസിൽ എത്തിയില്ലെങ്കിൽ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. കാരണം എനിക്ക് പറ്റിയൊരു അബദ്ധമാണ്. നിങ്ങൾ ആരും അബദ്ധം ചെയ്യാതിരിക്കുന്നതാണ് കുറച്ചും കൂടി നല്ലത്. കാരണം ഞാൻ ഇവിടെ ഉലുവ പൊടിച്ചതാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു തലേ ദിവസം ഓൾറെഡി വെള്ളത്തിലും കുതിർത്ത് വെച്ചതാണ്. പിറ്റേ ദിവസം യൂസ് ചെയ്തിട്ട് മിക്സിലിട്ടിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഫൈൻ കൺസിസ്റ്റൻസിൽ കിട്ടുമായിരുന്നു. എനിക്കത് ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിലായതിനാൽ എനിക്ക് ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഏറ്റവും ഞാൻ ഫേസ് പാക്ക് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചുവരിൽ നമ്മളൊരു പോസ്റ്റർ ഒട്ടിച്ച് വെക്കില്ല, പശ ചേർത്തിട്ട് അതുപോലെയായിരുന്നു എൻ്റെ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. എനിക്ക് ഡ്രൈ ആവാനായിട്ട് അത്യാവശ്യം സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയായിരുന്നു റിമൂവ് ചെയ്യാനും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പാക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് ഫേസിൽ നല്ലൊരു കൂളിംഗ് എഫക്ട് ഉണ്ടായിരുന്നു. സ്കിൻ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു, ബ്രൈറ്റ്നസ് ആയിട്ടുണ്ടായിരുന്നു, ലൈറ്റ് ആയിട്ടായിരുന്നു ആയിട്ടുണ്ടായിരുന്നത്. ഗ്ലോയിങ് എഫക്റ്റ് ഒന്നും നമ്മുടെ സ്കിന്നിലൊന്നും ഉണ്ടായിരുന്നില്ല. ബിക്കോസ് എനിക്ക് തോന്നുന്നത് മിൽക്ക് യൂസ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. പാലോ തൈരോ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഗ്ലോയിങ് എഫക്ട് നമുക്ക് കിട്ടിയാനായിരുന്നു. നമുക്ക് വീണ്ടും കാണാം.